ഏത് തരം ഇമേജിൻ്റെയും ബാക്ക്ഗ്രൗണ്ടുകൾ റിമൂവ് ചെയ്തുകൊണ്ട് വരുമാനം നേടാം. സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങളുടെ ഇമേജുകളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 2, ഈ ഇമേജുകൾ ഈ വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 3, നിങ്ങൾ നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കുക. ഹലോ ഫ്രണ്ട്സ്, ടിപ്ടോക്ക് മലയാളത്തിൻ്റെ ഒരു പുത്തൻ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇതാണ്. ഏത് തരം ഇമേജുകളുടെയും ബാക്ക്ഗ്രൗണ്ടുകൾ ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയെന്നല്ലേ, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്, ഈ ആമസോൺ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം അവരുടെ പ്രൊഡക്റ്റുകൾ കാണിക്കുന്നത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ്. എന്നാൽ ഇതിൻ്റെ ഈ ഒറിജിനൽ ഫോട്ടോ വേറൊന്നായിരിക്കും. ഇതുപോലുള്ള ഈ സെയിം സർവീസിന് നല്ല ഡിമാൻഡാണ്. ആമസോൺ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ എന്നുള്ള ഈ ഒരു സർവീസ് നല്ല രീതിയിലുള്ള ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു സർവീസാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഫൈവർ പോലുള്ള ഓൺലൈൻ ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിൽ ഇതിന് നല്ല ഡിമാൻഡുള്ള ഒരു സർവീസാണ്. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഇതാണ്. നമുക്ക് ഈസി ആയിട്ട് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത ആർക്കും നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടോ ഒരൊറ്റ ക്ലിക്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഇമേജുകളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നമുക്ക് എങ്ങനെ വരുമാനം നേടാം. മാത്രമല്ല, നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകൾക്കും നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിലുള്ള നിങ്ങളുടെ ആ ഒരു കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള ഇമേജുകളുടെയും ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ട് നല്ല തംബ്നെയിൽ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഒരുപാട് കാഴ്ചക്കാരെയും കൂട്ടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഈസി ആയിട്ട് ഇതെങ്ങനെ നമുക്ക് മൊബൈലിലൂടെ കമ്പ്യൂട്ടറിലൂടെ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇനിയും എൻ്റെ പ്രിയ സുഹൃത്തുക്കളിൽ ആരെങ്കിലും എൻ്റെ ഈ ടിപ്ടോക്ക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല പുത്തൻ അറിവുകൾ നിങ്ങളെ തേടി വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള Remove.bg എന്ന ഈ ഒരു വെബ്സൈറ്റിലായിരിക്കും വന്നെത്തുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കാം. എന്നിരുന്നാൽ തന്നെ നമുക്ക് ഇതിലൂടെ നമുക്ക് എങ്ങനെ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല പെർഫെക്ഷനോടുകൂടി നമുക്ക് റിമൂവ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്കൊരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യാം, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്, ഞാൻ ഈ പറയുന്ന Remove.bg എന്ന ഈ വെബ്സൈറ്റ് നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ വെബ്സൈറ്റിൽ വരിക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതിനുശേഷം നിങ്ങളുടെ ഇമേജുകൾ ഏതാണോ ആ ഇമേജ് ഇവിടെ അപ്ലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിനായി ഞാൻ 2-3 പിക്ചറുകൾ ഞാൻ ഇവിടെ എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരികയാണ് അതിൻ്റെ പെർഫെക്ഷൻ എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇമേജാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ കിടക്കുന്ന ഒരു കാറാണിത്. അപ്പോൾ ആദ്യമായി നമ്മൾ അപ്ലോഡ് ഇമേജ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഏത് ഇമേജാണ് ആ ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിവിടെ കാണാൻ കഴിയും അതിൻ്റെ അപ്ലോഡിങ് നടക്കുന്നു. ഓട്ടോമാറ്റിക്കലി തന്നെ അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നമുക്ക് ആ ഇമേജുകൾ ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതാണ് ഒറിജിനൽ ഇമേജ്. ഇതാണ് ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല പെർഫെക്ഷനോടുകൂടി തന്നെ ഈ ഇമേജ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. സോ ഈസി ആയിട്ട് ഒരൊറ്റ ക്ലിക്കിലൂടെ തന്നെ നിങ്ങൾക്ക് ഏത് ഇമേജുകളുടെയും ബാക്ക്ഗ്രൗണ്ടുകൾ ഇതുപോലെ റിമൂവ് ചെയ്യാം. അതിനുശേഷം ഇതൊരു സർവീസായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും ഇത് നല്ല പ്രയോജനപ്പെടുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ഈ ഇമേജുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വരുമാനം നേടാം, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വന്നെത്തുന്നത് ഈ ഫൈവറിൻ്റെ ഈ ഒരു ഇൻ്റർഫേസിലായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് Fiverr.com എന്ന ഈ വെബ്സൈറ്റ്. അപ്പോൾ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ ഒരുപാട് പല തരത്തിലുള്ള വർക്കുകൾ ഇതിൽ ലഭ്യമാണ്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, ഗ്രാഫിക് ഡിസൈനിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റൈറ്റിംഗ്, ട്രാൻസ്ലേഷൻ, വീഡിയോ, ആനിമേഷൻ, മ്യൂസിക് എന്ന് വേണ്ട നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള വർക്കുകളും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വർക്കുകളാണ് ചെയ്യാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ വരുമാനം നേടാം, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൽ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് വഴിയും ഗൂഗിൾ വഴിയും ആപ്പിൾ ID ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൾറെഡി ഇതിൽ അക്കൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ സൈനിങ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുക.
അപ്പോൾ ഞാൻ ആൾറെഡി എനിക്ക് അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് ഞാനിവിടെ ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ആൾറെഡി നിങ്ങൾ ഇതിൽ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ ഇത് എൻ്റെ ഒരു ഹോം പേജാണ്, എൻ്റെ ഒരു പ്രൊഫൈലാണിത്. ഇവിടെ ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളാണ് ചെയ്യുന്നത്. ലോഗോ ഡിസൈനിങ്, ഫോട്ടോഷോപ്പ്, വീഡിയോ എഡിറ്റിംഗ്, യൂട്യൂബ് തംബ്നെയിൽ, QR കോഡ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഡിസൈനിങ് ഫീൽഡിലെ വർക്കുകളാണ് ഞാൻ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, ആൾറെഡി ഞാനിവിടെ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, ഇതാണ് എൻ്റെ ഗിഗ്. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങളിവിടെ കാണാൻ കഴിയും, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിന് $5 മുതൽ $30 വരെയാണ് ആൾക്കാർ ഈടാക്കുന്നത്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ $5 മുതൽ $30 വരെ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, ഞാൻ എൻ്റെ സാമ്പിൾ ഫോട്ടോസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ Remove.bg എന്ന ആ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് അവർ തരുന്ന, ഈ കമ്പനികൾ തരുന്ന ഈ കാണുന്ന പോലുള്ള ഒറിജിനൽ ഫോട്ടോസുകൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലുള്ള ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഗിഗ്. അതുപോലെ ഇതിനകത്ത് നിങ്ങൾക്ക് വീഡിയോ ചേർക്കണമെങ്കിൽ വീഡിയോ ചേർക്കാവുന്നതാണ്. Hi dear, thank you very much for visiting my service. I am a professional graphics designer. I professional Amazon listing images for your product. If you need to remove a background, lifestyle, or any kind of product retouch work to published on e-commerce sites, then my gig's really unique for you. You can work with full confidence in me. You can trust me. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല രീതിയിലുള്ള ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഏണിങ്സ് എങ്ങനെ ഉണ്ടാക്കാം അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങളിവിടെ കാണാൻ കഴിയും, ഞാൻ ബേസിക്കായിട്ട് $5, പ്രീമിയം $30 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫൈവറിൽ ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവലിന് പറ്റിയ ഒരു ഗിഗ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീണ്ടും ഹോം പേജിൽ പോവുക. അതിനുശേഷം നിങ്ങൾ ആമസോൺ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ജോബ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ആമസോൺ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ആമസോണിലെ പ്രൊഡക്റ്റുകൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് വർക്കുകൾ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പരിശോധിച്ചാൽ കാണാവുന്നതാണ്. എല്ലാവരും $5, $10 മുതൽ $50 വരെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇതിൽ ഏറ്റവും നല്ല 5 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാർ ഉള്ള ഒരു പ്രൊഫൈൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ പ്രൊഫൈൽ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ എന്തൊക്കെയാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഗിഗിലും കോപ്പി പേസ്റ്റ് ചെയ്യുക. ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ കോപ്പി പേസ്റ്റ് നിങ്ങൾ ചെയ്യുക. ഉദാഹരണത്തിനായി ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്, എൻ്റെ ഗിഗിൽ നിങ്ങൾക്കിവിടെ പരിശോധിച്ചാൽ കാണാൻ കഴിയും, I will do Amazon product background removal within 24 hours best price എന്നുള്ളതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതും അതുപോലെ തന്നെയാണ്. ഇവിടെ ഹോം പേജിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ഡാഷ്ബോർഡ്, മെസ്സേജ്, ഓർഡർ, ഗിഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ ആ ഗിഗ്സിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ആൾറെഡി എനിക്കിവിടെ ഗിഗ് ഉണ്ട്, അതുകൊണ്ട് പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ന്യൂ ഗിഗ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് വേണം, I will do സംതിങ് I am really good at എന്നുള്ളൊരു ഡിഫാൾട്ടായിട്ടൊരു സംഭവം ഇതിനകത്തുണ്ടാവും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യുക. I will do എന്നുള്ളത് ഡിഫാൾട്ടായിട്ട് അവിടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആമസോൺ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് വിത്ത് 24 hours ബെസ്റ്റ് പ്രൈസ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ തൊട്ട് താഴെ കാണുന്ന കാറ്റഗറി ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനപ്പുറത്തായി കാണുന്ന സബ് കാറ്റഗറിയിൽ നിങ്ങൾ കാറ്റഗറി ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് തൊട്ട് താഴെ ഇങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് വീണ്ടും വന്നിട്ടുണ്ട്. അതിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ, റീസൈസിങ്, അങ്ങനെ പലതരത്തിലുള്ള ഫിൽറ്റർ, എഫക്ട്സ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ടാഗ് കൊടുക്കുക. ഒരു 5 ടാഗ് നിങ്ങൾ കൊടുക്കുക. മാക്സിമം 5 ടാഗുകളാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കാണാം, ഇമേജ് എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റ്, ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ, ആമസോൺ വെബ് സർവീസ്, ഫോട്ടോഷോപ്പ് വർക്ക്. അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് ഓവർവ്യൂ കഴിഞ്ഞ് രണ്ടാമതായിട്ട് വന്നിട്ടുള്ള പ്രൈസിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ പ്രൈസിംഗ് കൊടുക്കുക. ഏതൊക്കെയാണ് പ്രൈസിംഗ് എന്നുള്ളത്, ബേസിക്, സ്റ്റാൻഡേർഡ്, പ്രീമിയം, 3 തരത്തിലുള്ള പ്രൈസിംഗ് ആണ് ഇവിടെ ഉള്ളത്. പ്രൈസിംഗ് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബേസിക്ക് $5 കൊടുക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബേസിക് 5 കൊടുത്തു, സ്റ്റാൻഡേർഡ് ഞാനൊരു $15 കൊടുത്തു, അതിനുശേഷം പ്രീമിയം ഞാനൊരു $30 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ആ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ബേസിക്കലി ഞാൻ കൊടുത്തിരിക്കുന്നത് 1 മുതൽ 5 ഫോട്ടോയും, സ്റ്റാൻഡേർഡിൽ 0 to 7 ഫോട്ടോയും, പ്രീമിയത്തിൽ ഞാൻ 30യുമാണ് കൊടുത്തിരിക്കുന്നത്. ശേഷം തൊട്ട് താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഡെലിവറി ടൈം നിങ്ങൾക്ക് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 1 day ആണ്. സ്റ്റാൻഡേർഡിൽ 2 days കൊടുത്തിട്ടുണ്ട്,
പ്രീമിയത്തിൽ ഞാൻ 3 ഡേയ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിവിഷൻ ചോദിക്കുന്നുണ്ട്. റിവിഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. റിവിഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അൺലിമിറ്റഡ് തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് അൺലിമിറ്റഡ് എന്നുള്ളത്. അതല്ല നിങ്ങൾക്ക് ലിമിറ്റഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഞാനിവിടെ അൺലിമിറ്റഡ് കൊടുക്കുന്നു. അതിനുശേഷം നമ്പർ ഓഫ് ഇമേജ്, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റിൽ 5 കൊടുത്തിരിക്കുന്നു, രണ്ടാമത്തേതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 കൊടുത്തിരിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ പ്രീമിയം സർവീസിൽ ഞാൻ 10 ഫോട്ടോ, സ്റ്റാൻഡേർഡിനകത്ത് 7 ഫോട്ടോ, ബേസിക്കിൽ ഞാൻ 5 ഫോട്ടോ, ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ സോഴ്സ് ഫയൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോഴ്സ് ഫയൽ മീൻസ് PDF ഫയൽ, നിങ്ങൾ വർക്ക് ചെയ്തതിൻ്റെ ഒറിജിനൽ ഫയൽ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഹൈ റെസൊല്യൂഷനാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സോഴ്സ് ഫയൽ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ബേസിക്കിൽ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഹൈ റെസൊല്യൂഷനും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ കൊമേഴ്ഷ്യൽ യൂസ് നിങ്ങൾ വേണമെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഇതെല്ലാം നിങ്ങൾ എക്സ്ട്രാ സർവീസ് കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. എക്സ്ട്രാ ഫാസ്റ്റ് ഡെലിവറി 1 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബേസിക്, സ്റ്റാൻഡേർഡ്, ഇത് മൂന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ 1 ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന് ഒരു എക്സ്ട്രാ ഇൻകം കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കൊടുത്ത് പ്രീമിയത്തിൽ $30 ഞാൻ ബേസിക്കായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് 3 ദിവസമാണ്, 3 ഡേയ്സ് ആണ്. അപ്പോൾ ഞാനിവിടെ പ്രീമിയറിൽ 1 ദിവസം കൊണ്ട് എനിക്ക് ഫാസ്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് എക്സ്ട്രാ ഒരു $10 കൂടി ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് ടോട്ടൽ $40 10 ഇമേജുകൾ എനിക്ക് ചെയ്യുന്നതിന് കിട്ടുന്നത്. അതുപോലെ തന്നെ അഡീഷണലായിട്ട് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഫോട്ടോകൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതേ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാവുന്നതാണ്. സോ അഡീഷണൽ റിവിഷനിലാണ് ഇവിടെ ചോദിക്കുന്നത്. അതിന് നിങ്ങൾക്ക് ഇവിടെ റേറ്റ് കൊടുക്കാവുന്നതാണ്. 5 അഡീഷണൽ എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും അതെല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. 5 10 നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സോഴ്സ് ഫയൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ സോഴ്സ് ഫയൽ കൊടുക്കുക. സോഴ്സ് ഫയലിന് പൈസ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും തീരുമാനിക്കാം, എത്ര വേണമെന്നുണ്ടെങ്കിൽ തീരുമാനിക്കുക, അത് കൊടുക്കുക. പിന്നെ കൊമേഴ്ഷ്യൽ യൂസിന് വേണമെങ്കിൽ അത് കൊടുക്കുക. താഴെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ ഈ ഗിഗിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ചോദിക്കുന്നത്. അതിനായി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് പലരുടെയും ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കോപ്പി ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ആൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഏത് തരത്തിലുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. നിങ്ങൾ ഗ്രാഫിക് ഡിസൈനറാണ്, നിങ്ങളുടെ വർക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്നും ഏതൊക്കെ തരത്തിലുള്ള വർക്കുകൾ ചെയ്ത് കൊടുക്കും ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ സേവ് കൊടുക്കുക. അടുത്തായത് വേണ്ടത് നമുക്ക് റിക്വയർമെൻറ്റ്സ് ആണ്. എന്തൊക്കെയാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണെന്നുള്ളത് ക്ലയൻറ്റിനോട് നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഫോട്ടോസ് വേണം, ഫോട്ടോസ് അല്ലെങ്കിൽ ഇമേജസ്, പ്രൊഡക്റ്റ് ഇമേജസ് ആൻഡ് ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഡീഷണലായിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേണ്ടത് പ്രൊഡക്റ്റ് ഇമേജ് ആൻഡ് ഡീറ്റെയിൽസ് ആണ്. അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ 5ാമത്തെ ഓപ്ഷനിലേക്ക് വന്നു, ഗാലറി. നിങ്ങൾ സാമ്പിളായിട്ട് 2-3 ചെയ്തിടുക ഇതുപോലുള്ള ഫോട്ടോസുകൾ. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഫോട്ടോസുകളുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏതൊക്കെയാണ് ആ ഫോട്ടോസുകൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഈ ഗാലറിയിൽ 3 ഫോട്ടോസുകൾ കൊടുക്കാവുന്നതാണ്. 3 ഫോട്ടോസും അതിനുശേഷം നിങ്ങൾക്ക് താഴെ വീഡിയോസ് വേണമെങ്കിൽ വീഡിയോസും കൊടുക്കുക. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ അങ്ങനെ വേണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. 75 സെക്കൻഡാണ് മാക്സിമം, 50 MB താഴെ ഉണ്ടാവണം. അതൊക്കെയാണ്. അപ്പോൾ താഴെയുള്ളത് PDF ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ അത് വിടുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ഡിക്ലറേഷൻ, നിങ്ങളുടെ ആ ഡിക്ലറേഷൻ നിങ്ങൾ എഗ്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഫൈനൽ സ്റ്റെപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും പബ്ലിഷ് ഗിഗ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പബ്ലിഷ് ഗിഗ് എന്നുള്ള ഓപ്ഷൻ ഇതിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പബ്ലിഷ് ഗിഗ് എന്നുള്ള ഈ ഒരു മെസ്സേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഗിഗ് പബ്ലിഷ് ആവും. അപ്പോൾ നിങ്ങളുടെ ഈ ഗിഗുകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമേഴ്സുകൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് അതുപോലുള്ള പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ നല്ല രീതിയിലുള്ള വർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു വർക്കാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഇതുപോലുള്ള ഒരുപാട് വർക്കുകൾ ഇവിടെ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിലുള്ള ഏണിങ്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് എങ്ങനെയാണ് ഈ ഇമേജുകളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിമൂവ് ചെയ്യുക എന്നുള്ളതും എങ്ങനെയാണ് ഇതൊരു ബിസിനസ്സായി ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചെല്ലാം കണ്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല അറിവുകൾ നിങ്ങൾക്ക് ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അറിഞ്ഞ അറിവുകൾ മധുരമെങ്കിൽ അറിയാത്ത അറിവുകൾ അതിമധുരം എന്ന ആ പഴഞ്ചൊല്ലുമായി ഇന്നത്തേക്ക് വീണ്ടും ഞാൻ വിട പറയുന്നു. ഒരു പുത്തൻ അടിപൊളി ടിപ്സുമായി നല്ലൊരു പുത്തൻ അറിവുമായി
ടിപ്ടോക്ക് മലയാളം എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.